പ്രകൃതിയിലെ ഏറ്റവും അധ്വാനശീലരായ ജീവികളിലൊന്നാണ് തേനീച്ച, ഹണിബി. അവയെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ ലളിതമായി താഴെ നൽകുന്നു. 1. സമൂഹജീവികൾ. തേനീച്ചകൾ ഒരു കൂട്ടമായാണ് താമസിക്കുന്നത്. ഒരു തേനീച്ചക്കൂട്ടിൽ പ്രധാനമായും 3 തരം ഈച്ചകളുണ്ടാകും. റാണി തേനീച്ച, ക്വീൻ ബി, കൂട്ടിലെ ഏക പെൺ തേനീച്ചയാണിത്. മുട്ടയിടുക എന്നതാണ് റാണിയുടെ പ്രധാന ജോലി. ഒരു കൂട്ടിൽ ഒരു റാണി മാത്രമേ ഉണ്ടാകൂ. വേലക്കാരൻ തേനീച്ചകൾ, വർക്കർ ബീസ്, ഇവരും പെണ്ണീച്ചകളാണ്, പക്ഷേ മുട്ടയിടാൻ കഴിയില്ല. പൂന്തേൻ ശേഖരിക്കുക, കൂട് നിർമ്മിക്കുക, കുഞ്ഞുങ്ങളെ നോക്കുക, കൂട് സംരക്ഷിക്കുക തുടങ്ങിയ എല്ലാ ജോലികളും ഇവരാണ് ചെയ്യുന്നത്. ആൺ തേനീച്ചകൾ, ഡ്രോൺസ്, റാണിയുമായി പ്രജനനം നടത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ദൗത്യം. 2. തേൻ നിർമ്മാണം. പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന മധുരമുള്ള ദ്രാവകമാണ് മകരന്തം, നെക്ടാർ. ഇത് തേനീച്ചകൾ തങ്ങളുടെ വയറ്റിലുള്ള പ്രത്യേക എൻസൈമുകളുമായി കലർത്തി തേനായി മാറ്റുന്നു. ഈ തേൻ ഭാവിയിലെ ഭക്ഷണത്തിനായി അവർ മെഴുകുകൊണ്ട് നിർമ്മിച്ച അറകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. 3. പ്രകൃതിയിലെ പങ്ക്, പരാഗണം. തേനീച്ചകൾ വെറും തേൻ നിർമ്മാതാക്കൾ മാത്രമല്ല, സസ്യങ്ങളുടെ വംശവർദ്ധനവിന് അവ വലിയ പങ്ക് വഹിക്കുന്നു. ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പറക്കുമ്പോൾ അവയുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്ന പൂമ്പൊടികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് പരാഗണം, പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വലിയൊരു ഭാഗം തേനീച്ചകളുടെ ഈ കഠിനാധ്വാനം മൂലമാണ് ലഭിക്കുന്നത്. 4. ആശയവിനിമയം. തേനീച്ചകൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും പ്രത്യേക തരത്തിലുള്ള ചലനങ്ങളിലൂടെ ഇതിനെ വാഗൽ ഡാൻസ് എന്ന് വിളിക്കുന്നു. പൂക്കൾ എവിടെയാണെന്ന വിവരം മറ്റ് തേനീച്ചകളെ അറിയിക്കാൻ അവയ്ക്ക് സാധിക്കും. തേനീച്ചകൾക്ക് ചുവപ്പ് നിറം തിരിച്ചറിയാൻ കഴിയില്ല, പക്ഷേ അൾട്രാവയലറ്റ് കിരണങ്ങൾ കാണാൻ സാധിക്കും. തേനീച്ച കുത്തുന്നത് അല്പം വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഭൂരിഭാഗം ആളുകളിലും ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. എന്നാൽ ചിലർക്ക് ഇത് അലർജിക്ക് കാരണമായേക്കാം. തേനീച്ച കുത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള ലളിതമായ പരിഹാരങ്ങളും താഴെ പറയുന്നവയാണ്. 1. സാധാരണ ലക്ഷണങ്ങൾ, കോമൺ സിംറ്റംസ്. കുത്തേറ്റ ഭാഗത്ത് പെട്ടെന്നുണ്ടാകുന്ന തീക്ഷ്ണമായ വേദന, ചുവന്ന നിറത്തിൽ തടിച്ചു വരിക, ചെറിയ തോതിലുള്ള വീക്കവും ചൊറിച്ചിലും. 2. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് എയ്ഡ്. വിഷമുള്ളു മാറ്റുക, റിമൂവ് ദ സ്റ്റിംഗർ. തേനീച്ച കുത്തിയാൽ ഉടൻ തന്നെ അതിൻ്റെ മുള്ള് ചർമ്മത്തിൽ തറഞ്ഞിരിപ്പുണ്ടാകും. ഒരു നഖം കൊണ്ടോ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള കട്ടിയുള്ള വസ്തു കൊണ്ടോ പതുക്കെ ചുരണ്ടി മാറ്റുക. മുള്ള് വിരൽ കൊണ്ട് അമർത്തി വലിക്കരുത്, കാരണം അത് വിഷസഞ്ചിയിൽ നിന്ന് കൂടുതൽ വിഷം ശരീരത്തിലേക്ക് പടരാൻ കാരണമാകും. വൃത്തിയാക്കുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കുത്തേറ്റ ഭാഗം നന്നായി കഴുകുക. ഐസ് വയ്ക്കുക. വീക്കവും വേദനയും കുറയ്ക്കാൻ കുത്തേറ്റ ഭാഗത്ത് 10 മുതൽ 15 വരെ മിനിറ്റ് ഐസ് കഷ്ണം വെക്കുന്നത് നല്ലതാണ്. 3. വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ പരിഹാരങ്ങൾ. തേൻ. കുത്തേറ്റ ഭാഗത്ത് അല്പം തേൻ പുരട്ടുന്നത് വേദനയും ചൊറിച്ചിലും കുറയ്ക്കാൻ സഹായിക്കും. ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയിൽ അല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി കുത്തേറ്റ ഭാഗത്ത് പുരട്ടുക. ഇത് വിഷത്തിന്റെ അംശം കുറയ്ക്കാൻ സഹായിക്കും. കറ്റാർ വാഴ, അലോവേറ. കറ്റാർ വാഴയുടെ നീര് പുരട്ടുന്നത് ചർമ്മത്തിന് തണുപ്പ് നൽകുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യും. തുളസി നീര്. തുളസിയില ചതച്ചു പുരട്ടുന്നതും ആശ്വാസം നൽകും. 4. എപ്പോൾ ഡോക്ടറെ കാണണം? വാർണിംഗ് സൈൻസ്. ചില ആളുകൾക്ക് തേനീച്ച വിഷം അലർജി, അനഫിലാക്സിസ് ഉണ്ടാക്കാം. താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറുടെ സഹായം തേടണം. ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വസിക്കാൻ പ്രയാസം അനുഭവപ്പെടുക. മുഖം, തൊണ്ട അല്ലെങ്കിൽ നാവ് എന്നിവ വീർക്കുക. തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം. ശരീരമാസകലം ചൊറിഞ്ഞു തടിക്കുക. ശ്രദ്ധിക്കുക, തേനീച്ചയുടെ മുള്ളു മാറ്റുമ്പോൾ ഒരു കാരണവശാലും അത് ഞെക്കരുത്. തേനീച്ച കുത്തേറ്റ ഭാഗത്ത് അമിതമായ വീക്കമുണ്ടോ? ഇല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും.